അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതായിരുന്നു. കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓഫായി പോകും. അതായത് RPM കയറും, അതേപടിക്ക് അങ്ങ് ഓഫായി പോകും. ഓക്കെ, എൻജിൻ കട്ട് ഓഫ് ആകുമായിരുന്നു. പിന്നെ ഇഗ്നീഷൻ ഒന്നും ഉണ്ടാവില്ല, ഈ പറഞ്ഞ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇഗ്നീഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ACCയിൽ നിൽക്കും. അതായത് ഡോർ ക്വാർട്ടർ സീറ്റിൻ്റെ ലൈറ്റ് മാത്രം കത്തും. പിന്നെ പാർക്ക് ബ്രേക്കിൻ്റെ ലൈറ്റും ഉണ്ടാവും, ബാക്കിയെല്ലാം ഓഫാവും. കോമ്പിനേഷൻ മീറ്റർ ഫുള്ളായിട്ട് ഈ 2 ലൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നും ഉണ്ടാവില്ല, ഓഫാവും. എൻജിൻ കട്ട് ഓഫ് ആവുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള എല്ലാ ഇഗ്നീഷൻ ഓഫാകുന്ന രീതിയിലുള്ള ACCയിലേക്ക് പോകുന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. അത് തണുത്ത് കിടക്കുമ്പോൾ ഒരു 3-4 സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ആ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. 3-4 പ്രാവശ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. അതുപോലെ സ്മാർട്ട് സ്വിച്ച് ഞെക്കിയാലൊന്നും ഒന്നും കാണിക്കത്തുമില്ല, ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എത്ര പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒന്നും കാണിക്കത്തൊന്നുമില്ല. സ്മാർട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ലൈറ്റ് വരും, പക്ഷേങ്കിൽ ഇഗ്നീഷൻ ഓൺ ആവത്തില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, അതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് അപ്പോൾ തന്നെ വീണ്ടും ഓഫാവും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവും, പിന്നെ കുഴപ്പമൊന്നും കാണിക്കാറില്ല വണ്ടിക്ക്. അതായിരുന്നു ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ഈ വണ്ടി ലെക്സസിൻ്റെ LS 460 2008 മോഡലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു എത്തും പിടിയും ഇല്ലാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. മീൻസ് പിന്നെ ഇത് ഓട്ടത്തിൽ ഓഫാകുന്ന കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇതിനകത്തില്ല, മിസ്സിങ് അങ്ങനത്തെ ഒന്നുമില്ല. ഈ തണുത്ത് കിടക്കുന്ന സമയത്ത് മാത്രം ഈ എൻജിൻ കട്ട് ഓഫ് ആവും 3-4 പ്രാവശ്യം. അതിനുശേഷം പിന്നെ സ്റ്റാർട്ടാവും, പിന്നെ കുഴപ്പമൊന്നുമില്ല. എൻജിനും ഓഫ് ആവുകയും ചെയ്യും. ഇതിനകത്തുള്ള ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലൈറ്റ് കാര്യങ്ങളെല്ലാം പോകും. ആകെ ഉണ്ടാവുക ഡോറിൻ്റെ ഒരു ലൈറ്റ്, ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ്, ഡോർ ഓപ്പണിൻ്റെ ലൈറ്റ്. ആ സെൻറ്ററിൽ ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല, മൾട്ടി ഡിസ്പ്ലേ ഒന്നുമില്ല. ഡോറിൻ്റെ ഇവിടെയുള്ള ഒരു ലൈറ്റ് കത്തും, പിന്നെ ഈ പാർക്ക് ബ്രേക്കിൻ്റെ ലൈറ്റും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യം പ്രസ് ചെയ്താൽ വീണ്ടും വണ്ടി സ്റ്റാർട്ടാവും, വീണ്ടും ഓഫാവും. അങ്ങനെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. പിന്നീട് ഒരു കുഴപ്പമില്ല, ഓർഡർ റണ്ണിങ്ങിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഓഫ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്താലൊന്നും കുഴപ്പമില്ല. ഇതായിരുന്നു കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, ഒരു തുമ്പുമില്ല ഇതിന്. അപ്പം ഗ്രൗണ്ട് വയറ് കാര്യങ്ങളും എല്ലാം ഞാൻ അത് ക്ലീൻ ചെയ്തിട്ടു. ഇനി വല്ല ഗ്രൗണ്ട് ലൂസോ അങ്ങനെ വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു. എന്നിട്ടും ഇല്ല, സെയിം. നമുക്കാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇത് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കംപ്ലയിൻറ്റ് കിട്ടില്ല. അപ്പം വീണ്ടും ഇത് തണുക്കാൻ വേണ്ടി ഇടണം, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം. അപ്പം പിന്നെ കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നുമില്ല, അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നെ വയറിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇഗ്നീഷൻ വണ്ടി എൻജിൻ സൈഡ് കംപ്ലയിൻ്റ് അല്ല, എൻജിൻ മാനേജ്മെൻറ്റ് പ്രശ്നമല്ല. ഇത് വണ്ടി എന്താ പറയുക, ഇഗ്നീഷൻ്റെ എന്തോ റിലേറ്റഡ് പ്രശ്നമാണ്. അതുകൊണ്ടാണ് മീറ്റർ അടക്കം പോകുന്നത്. വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ ഒരിക്കലും മീറ്ററിലുള്ള ഒന്നും പോകത്തില്ല, അത് ഓണായി നിൽക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ മാനേജ്മെൻറ്റ് ഡയഗ്രാം റെഫർ ചെയ്യാൻ തുടങ്ങി. അതിനകത്തുനിന്ന് ഇഗ്നീഷൻ ലൈനിൽ നിന്ന് പോകുന്ന ഏതൊക്കെയാണ് കണക്ഷൻസ്, ഏതൊക്കെ ഫ്യൂസ് വഴിയാണ് ഇഗ്നീഷൻ്റെ ഫ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പവർ സപ്ലൈ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെത് കണ്ടു. അതുകൂടാണ്ട് പിന്നുള്ളതായിരുന്നു ECU IG 10 ആംപ്സിൻ്റെ ഇഗ്നീഷൻ ലൈനാണത്. അത് എൻജിൻ്റെ ECUലേക്ക് പോകുന്നുണ്ട്, പിന്നെ സ്റ്റോപ്പ് ലൈറ്റ് സ്വിച്ചിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എൻജിൻ കട്ട് ഓഫ് ആവുന്നതാണ് നമുക്ക് നോക്കേണ്ട. മീറ്ററും പോകുന്നുണ്ട്. ഇത് 2 കാര്യങ്ങളാണ്. അപ്പം ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ലൈൻ അതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് നോക്കി മീറ്ററിൻ്റെ അതേ സെയിം ഡയഗ്രാമിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് മീറ്ററിൻ്റെ കണ്ടു. മീറ്ററിൻ്റെ 5 ആംപ്സ് പാസഞ്ചർ സൈഡ് IG2 എന്നുള്ള വ്യൂസ് എന്നാണ് മീറ്ററിന് പോകുന്നത് പവർ സപ്ലൈ ഇഗ്നീഷൻ്റെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യൂസൊക്കെ നോട്ട് ചെയ്തപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് IG2 എന്ന് പറയുന്ന ഒരു റിലേ എന്നാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലായി. അതായത് അന്ന് കാണാം ഇഞ്ചക്ടർ എന്നുള്ളത് INJ പിന്നെ ECU IG, പിന്നെ 10 ആംപ്സിൻ്റെ P ജംഗ്ഷൻ ബ്ലോക്ക്. ആ ഗ്രീൻ ലൈന് നേരെ പോകുന്നത് നമ്മളെ മീറ്ററിൻ്റെ ഒരു ഫ്യൂസ് കണ്ടില്ലേ, അതിലേക്കാണ് പോകുന്നത്. ഈ ഫ്യൂസിൽ നിന്ന് മീറ്ററിൻ്റെ IG2 എന്ന് പറയുന്ന ഫ്യൂസിലേക്ക് പോയി അതിൽ നിന്നാണ് മീറ്ററിലേക്ക് പോകുന്നത്. കണ്ടോ, അത് ഈ ഡയഗ്രാമിൽ കൃത്യമായിട്ട് കാണാം. 5 ആംപ്സിൻ്റെ P IG2 എന്ന് പറയുന്നത് അതാണ് നമ്മൾ മീറ്ററിലേക്ക് പോകുന്ന ഇഗ്നീഷൻ്റെ പവർ സപ്ലൈ. അപ്പം ഈ റിലേ പിന്നെ എവിടെയാണ് ഉള്ളതെന്ന് നോക്കി. അത് ജംഗ്ഷൻ ബ്ലോക്കിൽ ആണ്, എൻജിൻ റൂമിൽ RHS സൈഡിലായിട്ടുള്ളതാണ്.
കേട്ടോ. ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാം ആണ് IG2 എന്ന് പറയുന്ന റിലേ, ഫസ്റ്റ് റിലേ ആണ്. പിന്നെ റിപ്പയർ മാനുവലൊക്കെ നോക്കി വയറിംഗ് ഡയഗ്രാമൊക്കെ നോക്കി ഒരു കൺക്ലൂഷനിലെത്തി. ഇവിടെ ഒരു 2 റിലേ വരുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ അതായത് IG2ഉം IG1ഉം. ഓക്കെ, ആ റിലേയിൽ നിന്ന് എൻജിൻ പവർ മാനേജ്മെൻറ്റിനും ഇതിനൊക്കെ കണക്ഷൻ പോകുന്നുണ്ട്. ഇതിനകത്ത് ഈ റിലേൻ്റെ അകത്തുനിന്ന് ഒരു ഫ്യൂസിലേക്ക് പോയി അതിൽ നിന്ന് പവർ പോകുന്നുണ്ട്. ഇതിനൊക്കെ ABSനും പോകുന്നുണ്ട്, അതുപോലെ തന്നെ എൻജിൻ മാനേജ്മെൻറ്റ് അതിനും പോകുന്നുണ്ട്, പിന്നെയുള്ള മീറ്ററിന് പറഞ്ഞുണ്ട്. അങ്ങനെ ഒരു ഇതിലെത്തി. അപ്പോൾ അതിന് ശേഷം ഓക്കെ എന്നാൽ പിന്നെ ആ റിലേയുടെ എന്താണെന്നുള്ളത് നോക്കാമെന്ന് ചോദിച്ച് വന്നപ്പോൾ ഈ ജംഗ്ഷൻ ബ്ലോക്ക് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. മാറിയിട്ടുണ്ട്. അപ്പോൾ ആരോ അഴിച്ചപ്പോൾ റിലേ കണ്ടോ, കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കണ്ടോ, ഈ റിലേ കുത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോയി. അവിടെ ഞാൻ കാണിച്ചില്ല. കണ്ടോ, ഈ സൈഡൊക്കെ കുത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിയതാണ്. ഈ ഒരു പൊട്ടിയ പീസ് ഈ റിലേയുടെ കോണ്ടാക്ട് പോയിൻറ്റിനകത്ത് കയറിയിരുന്നു. അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് ഈ വണ്ടിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ചെറിയൊരു പീസ് അതിനകത്തേക്ക് കോണ്ടാക്ട് പോയിൻറ്റിനകത്തേക്ക് കയറിയിരുന്നു, ഈ 2 റിലേയുടേത്. പക്ഷേ ഇത് പൊട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് കയറിയിരുന്നു, ഒന്നും പീസൊന്നും കണ്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കംപ്ലൈൻറ്റ് രണ്ടാമത് നോക്കിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു പീസ് കാണിച്ചു തരാൻ പറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പീസ് എടുത്ത് കളഞ്ഞു. അതിനകത്ത് ഇങ്ങനെ കുരുങ്ങി കിടക്കായിരുന്നു. അപ്പോൾ അത് നല്ല നൈസായിട്ട് എടുത്ത് രണ്ടാമത് റിലേ ഫിക്സ് ചെയ്തു. അപ്പോൾ വണ്ടി ഓക്കെയാണ്, കംപ്ലൈൻറ്റൊക്കെ തീർന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഫോൾട്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു ഹിൻഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിൻഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫാന് ഡയറക്റ്റ് വർക്കാകുന്നുണ്ടായി കേട്ടോ. ഫാന് ഡയറക്റ്റ് വർക്കാകുന്ന ഒരു കംപ്ലൈൻറ്റ് ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഈ റിലേയുടെ പ്രശ്നമായിരുന്നു. ആരോ മാറിയ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട്, ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനെയാണ് ആ റിലേ ഇരിക്കുന്നത്. അപ്പം ഈ റിലേ ഊരണമെങ്കിൽ ഇതിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തള്ളാതെ ഇത് വരില്ല. പിന്നെ അത് ഊരിയെടുക്കാൻ പൊട്ടാതെ ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കോർണറില്ലേ, ഈ കോർണറൊക്കെ ഒരു എക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അടിയിൽ നിന്ന് തള്ളി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പൊട്ടാണ്ട് കിട്ടുള്ളൂ. ഈ ഒരു റിലേ നമുക്ക് കിട്ടും, ഇവിടെ തള്ളി കഴിഞ്ഞാൽ നല്ല നൈസിൽ വരും. പക്ഷേ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം അവരെനിക്ക് തോന്നുന്നു ഇതാദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ജംഗ്ഷൻ ബ്ലോക്ക് മാറുന്ന മുന്നേ. അപ്പം അതിങ്ങോട്ടേക്ക് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. കാരണം വെച്ചാൽ ഇത് അത്ര പൊട്ടിയിട്ടില്ല. പൊട്ടലുണ്ട് എന്തായാലും. ഇവിടെ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് അത്ര പൊട്ടലുണ്ടായിരുന്നില്ല. പൊട്ടിയിട്ടുണ്ട്, എന്നാലും അത്ര ഡാമേജ് ഉണ്ടായിരുന്നില്ല. ഇത് ഫുള്ളായിട്ട് ഡാമേജ് ആയിപ്പോയി. അപ്പം ഇതെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്തെടുത്ത് നല്ല തള്ളി എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളും ഇത് മുന്നേ ആരും മാറിയതാണ്. അപ്പോൾ ഒന്നും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീടെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റക്കായി. ഇനിയിപ്പം വണ്ടി ചൂടാകുമ്പം എങ്ങനെ ഇതായി എന്നുള്ളത് എനിക്കൊന്ന് ഹീറ്റ് എന്തോ സംഭവിച്ചു. അങ്ങനെ എന്തോ രീതിയിൽ അവിടെ കോണ്ടാക്റ്റ് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിന്നതെന്ന് തോന്നി. അപ്പോൾ ആ പീസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കംപ്ലൈൻറ്റ് ഇല്ല. കസ്റ്റമർ കംപ്ലൈൻറ്റ് സോൾവ് ആയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡയഗ്നോസിങ് വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കംപ്ലൈൻറ്റാണ് ഒരു റിലേക്കാത്തൊരു പ്ലാസ്റ്റിക് കുരുങ്ങി കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.